മൈക്രോ ഫൈനാൻസുകാർ വീട്ടിലെ ആണുങ്ങൾ അറിയാതെ ഇവരെ സ്വാധീനിച്ച് ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ആ ഗ്രൂപ്പുകൾക്ക് ലക്ഷക്കണക്കിന് രൂപ ഇവർ വായ്പയായിട്ട് കൊടുക്കുന്നു. ഇത് ഡിവൈഡ് ചെയ്ത് ആഴ്ച തോറും ഇവർക്ക് പലിശ ഉൾപ്പെടെ അവർക്ക് കൊടുക്കണം. പലർക്കും പൈസ ആവശ്യമില്ലാത്തവർ പൈസ എടുത്ത് ആവശ്യമുള്ളവർക്ക് എന്ത് ചെയ്യുന്നു, കമ്മീഷൻ വ്യവസ്ഥയിൽ മറിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ അനിയന്ത്രിതമായിട്ട് പൈസ വാങ്ങുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ മറിഞ്ഞു പോവുകയും അത് വലിയൊരു ബാധ്യതയായി മാറുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഈ കുട്ടമല ഭാഗത്ത് ഒരു 10-20ഓളം ആളുകളുടെ പൈസ ആഴ്ചയോറുള്ള അളവ് ഇങ്ങനെ പെൻഡിങ് വന്നു. അവരുടെ ഡോക്യുമെൻസുകളെല്ലാം വാങ്ങിച്ചിട്ട്, ആധാർ കാർഡ് ഇങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സ് അവർക്ക് ആവശ്യമായ വാങ്ങിച്ചിട്ട് അവർ ഇതിൽ ലീഡറായിട്ട് നിൽക്കുന്ന ഒരു ആളുടെ ഇതിൽ കൊടുക്കും. അങ്ങനെയാണ് ഇത് പെരുകി ഇപ്പം ഇത് ചിലപ്പം പകുതി അവർ പോക്കറ്റ് വയ്ക്കും, പകുതി കളിച്ച് തീർക്കും, അടുത്ത് അടയ്ക്കേണ്ടി അടവ് ഇങ്ങനെ ഇത്ര നാളെന്നുണ്ട്. അത് അടയ്ക്കാൻ പൈസ ഇല്ലാതെ വരുമ്പോൾ അടുത്ത് വേറെ ഒരു സംഘം കൂടും, വേറൊരു ബാങ്കിൻ്റെ. ഇത് ഇങ്ങനെ പെരിയാണ് ഇത്രയും ലക്ഷക്കണക്കിന് രൂപയായത്. ഞാനിപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് 3-4 ബാങ്കിൽ നിന്ന് അവർ കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് കുറച്ച് തുകയുള്ളൂ ഇപ്പോൾ അന്വേഷിച്ചപ്പോൾ. ഇതാ SP ഇന്ന് അവർ എടുത്ത ചാർട്ടാണിത്. അങ്ങോട്ട് അവിടുന്ന് വിതരണം ചെയ്തിട്ടുള്ളതും ഇവരങ്ങോട്ട് അടച്ചിട്ടുള്ളതും എടുത്തിട്ടുള്ളതും ഇവർക്ക് കൊടുത്തിട്ടുള്ളതും ഒക്കെ SBI വഴി. SBI വഴി അവർക്ക് അക്കൗണ്ട് അവിടെയാണ്. അക്കൗണ്ടിൽ പൈസ വരും. 50,000 രൂപ എടുത്തവരുണ്ട്, 1 ലക്ഷം ഉള്ളവരുണ്ട്, 2 ലക്ഷം ഉള്ളവരുണ്ട്, 30,000 രൂപ, പല എമൗണ്ടാണ് ഓരോരുത്തർ ബാധ്യതയായിട്ട് വന്നിട്ടുള്ളത്. ഇത് കുറച്ച് പെണ്ണുങ്ങൾ ഇങ്ങനെ കൂടും, അവർക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് കൊടുക്കും, പൈസ വാങ്ങിക്കും. ഈ കുറേ തീരണതും ഒക്കെ കൂടെ രണ്ടാമത് അടയ്ക്കും. ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഭയങ്കര ഒരു എന്താ പറഞ്ഞാൽ ഒരു കടത്തിൽ ഈ വീടുകളിലെല്ലാം ഭയങ്കരമായ ഇപ്പം തന്നെ ലക്ഷങ്ങൾ. ഈ പെണ്ണിൻ്റെ വീട്ടിൽ ഏതാണ്ട് 1 കോടി രൂപ വരെ ഉണ്ട്. പെൻഡിങ് വന്നാൽ ആ വീട്ടിൽ ചെന്ന് കുത്തിയിരിക്കുക, കലാസ് ചെയ്യുക, അവരെ ബുദ്ധിമുട്ടുണ്ടാക്കുക. ഇത് ഇവരാണുങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ ആത്മഹത്യകളിലേക്ക് വരെ തെന്നിപ്പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതിൻ്റെ പോക്ക്. ഗ്രാമപ്രദേശങ്ങളിലുള്ള വനിതകളെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി മൈക്രോ ഫൈനാൻസ് എന്ന് പറഞ്ഞിട്ട് സ്വകാര്യ ബാങ്കിങ് സ്ഥാപനങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. വീട്ടിലുള്ള ആണുങ്ങളുടെ അറിവോ സമ്മതവും ഇല്ലാതെ ഈ കാരണം ഇപ്പം വനിതകളുടെ കൈകളിൽ പൈസയുണ്ട്. ഈ വനിതാ അയൽക്കൂട്ടങ്ങൾ വഴിയും അതുപോലെ തന്നെ ഈ ഗ്രാമീണ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ പോകുന്ന ആളുകൾ അനുസരിച്ച് അവരുടെ കയ്യിലൊക്കെ ഇപ്പം കൊച്ചു സാമ്പത്തികങ്ങളുണ്ട്. ഇത് മനസ്സിലാക്കി മൈക്രോ ഫൈനാൻസുകാർ വീട്ടിലെ ആണുങ്ങൾ അറിയാതെ ഇവരെ സ്വാധീനിച്ച് ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ആ ഗ്രൂപ്പുകൾക്ക് ലക്ഷക്കണക്കിന് രൂപ ഇവർ വായ്പയായിട്ട് കൊടുക്കുന്നു. ഇത് ഡിവൈഡ് ചെയ്ത് ആഴ്ച തോറും ഇവർക്ക് പലിശ ഉൾപ്പെടെ അവർക്ക് കൊടുക്കണം. പലർക്കും പൈസ ആവശ്യമില്ലാത്തവർ പൈസ എടുത്ത് ആവശ്യമുള്ളവർക്ക് എന്ത് ചെയ്യുന്നു, കമ്മീഷൻ വ്യവസ്ഥയിൽ മറിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ അനിയന്ത്രിതമായിട്ട് പൈസ വാങ്ങുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ മറിഞ്ഞു പോവുകയും അത് വലിയൊരു ബാധ്യതയായി മാറുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഈ കുട്ടമല ഭാഗത്ത് ഒരു 10-20ഓളം ആളുകളുടെ പൈസ ആഴ്ചയോറുള്ള അളവ് ഇങ്ങനെ പെൻഡിങ് വന്നു. 2 സ്ത്രീകളുടെ അമ്മയും മോളുമായിട്ട് പൈസ ഇങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി തിരിച്ചടയ്ക്കുന്നില്ല എന്നാണ് പരാതി. അതിപ്പം വീട്ടിലെ ആണുങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത്. അവർ മുഖാന്തരം ഈ തവണകൾ തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടിയുള്ളൊരു ചർച്ചയാണ് പോലീസ് സ്റ്റേഷൻ മുഖാന്തരം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ അവരറിഞ്ഞില്ലെങ്കിൽ പോലും അവരുടെ പെണ്ണുങ്ങളെടുത്ത് പൈസ എങ്ങനെ തിരിച്ചടയ്ക്കണം എന്നുള്ള രീതിയിൽ അത് കുറേശ്ശെ അടയ്ക്കാം എന്നുള്ള ചർച്ചയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന. ഒരു ഫൈനൽ തീരുമാനമായിട്ടില്ല. എത്ര തുക വരെ എടുത്തിട്ടുണ്ട്? ഇത് 50,000 രൂപ എടുത്തവരുണ്ട്, 1 ലക്ഷം ഉള്ളവരുണ്ട്, 2 ലക്ഷം ഉള്ളവരുണ്ട്, 30,000 രൂപ, പല എമൗണ്ടാണ് ഓരോരുത്തർ ബാധ്യതയായിട്ട് വന്നിട്ടുള്ളത്. ഇതിനകത്ത് ഈ സ്വകാര്യ പണമിടപാട് കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോൾ എടുത്തു പറയാവുന്ന ആരൊക്കെയാണ്? എടുത്തു പറയാവുന്ന എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പേരെന്ന് പറയുന്നത് മുത്തൂറ്റ് പറയുന്ന സ്ഥാപനമുണ്ട്, പിന്നെ ഇസാഖ്, അങ്ങനെ പല പേരുകളിൽ അറിയുന്ന സ്ഥാപനങ്ങൾ. ഞാൻ പല പേരുകൾ ഇപ്പോഴാണ് കേൾക്കുന്നത്. ഒന്നും അംഗീകൃതമല്ല, ഷെഡ്യൂൾഡ് ബാങ്കുകളൊന്നും അല്ല. ഇത് ഇവർ ഈ ബ്ലേഡ് പലിശയ്ക്ക് കൊടുക്കുന്ന രീതിയിൽ വന്ന് ആ പൈസ കൊടുക്കാതെ ഒരാഴ്ചയിൽ പെൻഡിങ് വന്നാൽ ആ വീട്ടിൽ ചെന്ന് കുത്തിയിരിക്കുക, കലാസ് ചെയ്യുക, അവരെ ബുദ്ധിമുട്ടുണ്ടാക്കുക. ഇത് ഇവരാണുങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ ആത്മഹത്യകളിലേക്ക് വരെ തെന്നിപ്പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതിൻ്റെ പോക്ക്. ഇതിന് ഒരു തടയിടണം. ഇത് ഗവൺമെൻറ് വിചാരിച്ചാലേ നടക്കും. തീർത്തും ഇത് മലയോര മേഖലയിലുള്ള പാവപ്പെട്ട സ്ത്രീകളെയാണ് ഇവർ പിടികൂടിയിരിക്കുന്നത്. അപ്പം ഈ അമ്മയും മകളും വൻ തുക ഇവരുടെ ഇന്ന് വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലെത്തിയിരിക്കുകയാണ്. എങ്ങനെ, എന്തുകൊണ്ട് തിരിച്ചു കൊടുക്കാൻ? ഇവരുടെ കയ്യിൽ നിന്ന് ഈ പൈസ അവരുടെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി മറിഞ്ഞു. കൂടുതലും പലിശയും ചികിത്സയും. ഓരോ പൈസ കൈ കിട്ടുമ്പം അത് വേറെ ഇൻപുട്ട് ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് തീരാൻ അധികം സമയം വേണ്ട. 1 ലക്ഷം രൂപ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഡെയിലി അതിൽ നിന്ന് എടുത്ത് ചെലവഴിക്കുമ്പം
നിസ്സാര ദിവസം കൊണ്ട് ആ പൈസ അങ്ങ് തീരും, വരവില്ല എങ്കിൽ. അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾ ഇന്ന് പല സ്വഭാവക്കാരാണ്. ഇന്ന് ഇപ്പം വളരെ ധൂർത്ത് നടത്തുന്ന സ്ത്രീകൾ ഒരുപാടുണ്ട്. അപ്പം ഇങ്ങനെ ദേഹം നാവാതെ കിട്ടുന്ന പൈസ വരുമ്പം അവരത് അനിയന്ത്രിതമായിട്ട് ചെലവഴിച്ച് അത് തിരിച്ചടയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിക്കാണ്. നമുക്കതിൻ്റെ എങ്ങനെ ഇവർ ചെലവഴിച്ചു, എങ്ങനെയാണ് ഇത് ബാധ്യത വന്നതെന്ന് നമുക്ക് അറിയാൻ കഴിയും. അത് അവർക്കേ അറിയാം. ഈ പ്രധാനമന്ത്രിയുടെ പല വികസന പാക്കേജുകളും ഒക്കെ ഉണ്ട്, അതൊന്നും ഇവരുടെ അടുക്കിലേക്ക് എത്തുന്നില്ല. അതൊന്നും ഇവരൊന്നും അറിയുന്നില്ല, അതൊന്നും അറിഞ്ഞിട്ടില്ല. ബാങ്ക് ഇതെന്ന് പറഞ്ഞാൽ ഈ ലോൺ സംവിധാനം നടപടിക്രമങ്ങൾ ലളിതമാണ്. ഇവരുടെ വീട്ടിൽ കൊണ്ട് പൈസ കൊടുക്കും, അല്ലെങ്കിൽ വീട്ടിൽ വന്ന് ഇതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നു. ഇവർക്ക് യാത്രകൾ വളരെ കുറച്ച് ചെലവഴിച്ചാൽ മതി. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഈ ഇടപാടുകളിലൊന്നും ഇവർക്കൊന്നും അറിയണ്ട. ഇവർക്കൊന്നും അറിയാം. ഇവർക്ക് പൈസ കിട്ടുന്നു, കൊടുക്കുന്നു, കൃത്യമായിട്ട് അടച്ചുകൊണ്ടിരുന്ന പ്രശ്നമല്ല. ഇവർ സ്വന്തമായിട്ട് എടുക്കാതെ ഇത് വേറെ ആളുകൾക്ക് കമ്മീഷൻ വാങ്ങിച്ചുകൊണ്ട് മറിച്ചു കൊടുക്കുന്നതിലാണ് ഈ അപാകത പറ്റുന്നത്. അത് കഴിഞ്ഞ് ഇവരെ വീടുകളിൽ വന്ന് കുത്തിയിരിക്കുന്നു, പൈസ കൊണ്ടേ പോവുള്ളൂ എന്നൊക്കെ പറയുമ്പം അത് ഒരു ലോല മനസ്സുള്ള സ്ത്രീകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആത്മഹത്യ വരെ ചെയ്തെന്നിരിക്കും. ബാങ്കുകാരും പ്രതികളാണ്. അവരാണ് യഥാർത്ഥ പ്രതികൾ. ഈ മൈക്രോ ഫൈനാൻസ് എന്നും പറഞ്ഞ് നടക്കുന്ന ഈ സ്വകാര്യ ബാങ്കുകളുടെ ആളുകളാണ്. ഇതിനൊരു തടയം, ഇതിന് സർക്കാരോട് വിചാരിച്ചതാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയും ചെയ്തത് ഞാൻ അറിയാതെയാണ്. ഇത് സ്വാധീനത്തിൻ്റെ ആ കുട്ടി വന്ന് സ്വാധീനിച്ചതിൻ്റെ ഫലമായിട്ടാണ് അത് ചെയ്തത്. ഇവർ ബാങ്കുകാർ വീട്ടിൽ വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഈ കുട്ടി സ്ഥലം വിട്ടതിന് ശേഷമാണ് ബാങ്കുകാർ വരണത്. മനസ്സിലായി? അപ്പോൾ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയി. നിങ്ങൾ പറഞ്ഞ പോലെ ഇതൊന്നും നമ്മുടെ സാധാരണക്കാരുടെ ഇടയിൽ എത്തിയിട്ടില്ല. പ്രധാനമന്ത്രിയുടെ ഒരുപാട് പദ്ധതികൾ, അങ്ങനെ സർക്കാരിൻ്റെ ഒരുപാട് പദ്ധതികളുണ്ട്. അതൊന്നും സാധാരണക്കാരുടെ ഇടയിൽ വേണ്ട വിധം എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പരമാർത്ഥം. അത് ഇപ്പം തന്നെ നമുക്കിത് ഈ പശു വായ്പയും കാര്യങ്ങളും അങ്ങനെ ഉപജീവനം നടത്താൻ ഒരുപാട് പദ്ധതികളൊന്നും ബാങ്കുകാർ ആരെങ്കിലും 5 പൈസ തരുമോ? ഞാൻ ഗുണഭോക്താവാണ്. 16% പലിശ കൊടുക്കണം നമ്മൾ വസ്തുവും ബോണ്ട് വെച്ച് പൈസ വേണമെങ്കിൽ. അവർ പറയുന്ന കേന്ദ്ര സർക്കാർ പറയുന്ന രീതിയാണെങ്കിൽ പലിശ വളരെ കുറവാണ്, നിങ്ങൾ എങ്ങനെയെങ്കിലും അത് ബാങ്കുകാർ അവർ വിളിച്ച് അത് ശരിക്കുള്ള കർശന നടപടി എടുക്കേണ്ടതാണ്. അങ്ങനെയുള്ള ജനങ്ങൾക്ക് പലിശ കുറച്ച് ജീവിക്കാൻ വേണ്ടി ഈ പശുക്കളെയോ അങ്ങനെയൊക്കെ വളർത്താൻ വേണ്ടി ആ ലോണ് ഇഷ്യൂ ചെയ്യുന്നു. അങ്ങനെ ബാങ്കുകാരൊന്നും ചെയ്യുന്നില്ല. അല്ല, ഇവരെ എങ്ങനെയാണ് ഈ പറഞ്ഞ ഇവര് പണം വായ്പയ്ക്ക് ഏത് തരത്തിൽ എടുക്കാമെന്നൊക്കെ പറഞ്ഞാണ് പിന്നെ ഇത് പറഞ്ഞ്? അല്ല, ഇതൊരു പ്രത്യേക രീതിയാണ്. ഇവരൊരു 7 പേര് വിളിച്ചു കൂട്ടും, ഒരു സംഘമായിട്ട്. ആ സംഘം ആയിട്ട് വിളിച്ചു കൂട്ടിയിട്ടാണ് അതിൽ ഈ ഏത് ബാങ്കാണോ അതിൻ്റെ പ്രതിനിധി കാണും. ഇതിൻ്റെ അവരുടെ ഡോക്യുമെൻസുകളെല്ലാം വാങ്ങിച്ചിട്ട്, ആധാർ കാർഡ് ഇങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സ് അവർക്ക് ആവശ്യമായ വാങ്ങിച്ചിട്ട് അവർ ഇതിൽ ലീഡറായിട്ട് നിൽക്കുന്ന ഒരു ആളുടെ ഇതിൽ കൊടുക്കും. അങ്ങനെയാണ് ഇത് പെരുകി. ഇപ്പം ഇത് ചിലപ്പം പകുതി അവർ പോക്കറ്റ് വയ്ക്കും, പകുതി കളിച്ച് തീർക്കും. അടുത്ത് അടയ്ക്കണ്ടേ, അടവ് ഇങ്ങനെ ഇത്ര നാളെന്നുണ്ട്, അത് അടയ്ക്കാൻ പൈസ ഇല്ലാതെ വരുമ്പോൾ അടുത്ത് വേറെ ഒരു സംഘം കൂടും, വേറൊരു ബാങ്കിൻ്റെ. ഇത് ഇങ്ങനെ പെരിയാണ് ഇത്രയും ലക്ഷക്കണക്കിന് രൂപയായത്. എത്ര തുക വരെ കൊടുക്കുന്നത്? അവർ ഇത് ആദ്യമൊക്കെ അടച്ചു കഴിഞ്ഞാൽ അവർ അത് ലക്ഷങ്ങൾ കൊടുക്കും. പലിശ പലിശ ആണല്ലോ മെയിൻ. ഈ പെണ്ണുങ്ങളെ പിടിക്കുന്നത് പലിശ കൃത്യമായിട്ട് കിട്ടാനും പിന്നെ അവരുടെ ചില പ്രോഡക്റ്റുകൾ ഇവരിൽ കൂടെ വിതരണം ചെയ്യുന്നുണ്ട്. എന്ത് പ്രോഡക്റ്റ്? ഈ ലൈറ്റ്, ഫോണ്, അങ്ങനെയൊക്കെയുള്ള അവർ വിതരണം ചെയ്യുന്നുണ്ട്. അതിൻ്റെ പൈസ അവർ പിടിക്കുന്നുണ്ട്. അതിലും കൃത്രിമങ്ങൾ നടക്കുന്നുണ്ട്. അത് ഇവരാരും അറിയാതെ തന്നെ ആരെങ്കിലും പ്രോഡക്റ്റ് ആർക്കെങ്കിലും കൊടുക്കും. ഇവരുടെ ഭാഗത്ത് വന്നിട്ടുണ്ട് എമൗണ്ട് കയറി കൊടുക്കേണ്ട ഒരു എടുക്കണ ഒരു വീതം കൊടുക്കണം. അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അവർ ബാങ്കുകാരാണ് യഥാർത്ഥ ഈ ഏത് ബാങ്കിൽ? എനിക്ക് തന്നെ അറിഞ്ഞിട്ടുണ്ടോ, ഈസാക്കും അങ്ങനെ മുത്തൂറ്റ് ഇങ്ങനെ കുറേ ബാങ്കുകളുണ്ട്. നമ്മളെ ഇവരുമുണ്ട്, കേരള ബാങ്ക് സൊസൈറ്റികൾ, സംഘങ്ങൾ, അത് മുഖാന്തരമൊക്കെ കൊടുക്കുക, പാലിയോട് അങ്ങനെയൊക്കെ ഉള്ളു. അങ്ങനെ അവരുമുണ്ട്. എല്ലാവരും എന്തായി ഇതിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ രക്ഷകർത്താവാണ് ഇവിടെ വന്ന് സംസാരിച്ചത്. അയാൾ നിരപരാധിയാണ്. കുട്ടി ഒരിക്കൽ ആത്മഹത്യക്ക് തുനിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ സഹോദരൻ ഒരാളുണ്ട്, അയാൾ തിരുവല്ലയിൽ ഈ മരങ്ങൾ വാങ്ങി മുറിച്ച് കൊടുത്ത് അങ്ങനെ ജീവിക്കുന്ന ഒരു കക്ഷിയാണ്. ഇത് ഈ കണ്ടീഷൻ വന്നപ്പം അവരൊക്കെ കൂടെ ഇടപെട്ട് എങ്ങനെയെങ്കിലും ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കുറേശ്ശെ കൊടുക്കാമെന്നാണ്. അതിനുള്ള സാവകാശം ബാങ്കുകാരും കൊടുക്കണം, നാട്ടുകാരും കൊടുക്കണം, ഈ കടം എടുത്തിട്ടുള്ള അവരും കൊടുക്കണം. ഇതാണ് അതിൻ്റെ നിജസ്ഥിതി ഇപ്പോഴും. അതിൽ തന്നെ വ്യത്യസ്തമായ ഒരുപാട് അഭിപ്രായമുണ്ട്. അതാണ് ഇത്
എത്താത്തത്, ഒരു പോയിന്റിൽ എത്താത്തത്. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഇത് തന്നെ പറ്റിയിട്ടുണ്ട്. ഞാൻ ഇപ്പൊ നോക്കിയപ്പോഴത്തേക്ക് 3-4 ബാങ്കിൽ നിന്ന് അവർ കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് കുറച്ച് തുകയുള്ളൂ ഇപ്പൊ അന്വേഷിച്ചപ്പോൾ. ഇതാ SB ഇന്ന് അവര് എടുത്ത ചാർട്ടാണിത്. അങ്ങോട്ട് അവിടുന്ന് വിതരണം ചെയ്തിട്ടുള്ളതും ഇവരങ്ങോട്ട് അടച്ചിട്ടുള്ളതും എടുത്തിട്ടുള്ളതും ഇവർക്ക് കൊടുത്തിട്ടുള്ളതും ഒക്കെ. SBI വഴി SBI വഴി അവർക്ക് അക്കൗണ്ട് അവിടെയാണ്. അക്കൗണ്ടിൽ പൈസ വരും. എത്ര രൂപ നിങ്ങളുടെ വീട്ടിൽ? അല്ല, ഇത് പലർക്കായിട്ട് എടുത്ത് കൊടുത്തിട്ടുള്ളതാണ്. ഈ പറയും പോലെ പല 4-5 സംഘം കൂടി അങ്ങനെ കൊടുത്തിട്ടുള്ള ഈ കുട്ടി ഒരു ദിവസം അവിടെ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് സംശയം തോന്നി ചോദിച്ചപ്പോൾ ഞങ്ങൾ പരിചയക്കാരായതുകൊണ്ട് അങ്ങനെ വന്നതാണ്, അടുത്ത് പള്ളിയിൽ വന്നതുകൊണ്ട് വന്നതാണ്. ഇങ്ങനെയൊക്കെയാണ് ഒടുക്കമാണ് അറിയുന്നത് സംഭവത്തിന്റെ ഗുരുതരാവസ്ഥ. എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ ഭാര്യ അവിടെ ഇല്ല, മകളെ വീട്ടിൽ അവൾ പ്രസവിച്ച് അങ്ങനെ കുട്ടിയെ നോക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിരിക്കുകയാണ്. അതിൻ്റെ അങ്ങനെ എനിക്കറിയാനും പറ്റില്ല. ഞാൻ അപ്പോഴേ എൻ്റെ കയ്യിൽ ചാടിയിരുന്നെങ്കിൽ ചിലപ്പം വേറെ വലത് സംഭവിക്കുമായിരുന്നു. മനസ്സിലായില്ലേ? ഞാൻ വാണിംഗ് കൊടുത്തിട്ടുണ്ട്, നേരത്തെ വാണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിലൊന്നും ചെന്ന് ചാടരുത്. എനിക്ക് ചെറുതിലേക്ക് ഒരുപാട് അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ സാമ്പത്തിക പ്രശ്നങ്ങളിലൊന്നും ചെന്ന് ഇടപെടരുതെന്ന് ഞാൻ പലതവണ ആവർത്തിച്ചതാണ്. ഈ പ്രദേശങ്ങളിൽ ഇതൊരു സാധാരണ ഈ പ്രദേശമല്ല, ഈ തമിഴ്നാട്ടിൽ നിന്നും ഈ ലോകം മുഴുക്ക, നമ്മളെ ഈ നാട് മുഴുക്ക അവർ പിരിവെടുക്കുന്നുണ്ട്. ഇതെല്ലാം പോണത് അവിടെയാണ്, ഈ പലിശയ്ക്ക് ആഴ്ചതോറും. അല്ല, ഇത്രയും പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ ഉള്ളപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ അറിയുന്നു. ഇതൊന്നും അവിടെ യേശുവില്ല. നമ്മളെ പെണ്ണുങ്ങൾ കൂടുന്നിടത്ത് ഇതൊന്നും യേശുവില്ല. നമ്മൾ പറഞ്ഞാൽ ഈ ഭർത്താക്കന്മാർ പറഞ്ഞാൽ അവർ രാവിലെ ഇവിടെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നാൽ പറ്റില്ലല്ലോ. അവരെന്തെങ്കിലും ജോലിക്ക് പോകും, അവരിത് അറിയുന്നില്ല. ഇവരിവിടെ സംഘം കൂടക്കും. ഇപ്പം കുടുംബശ്രീ ആണ് നമ്മൾ സാധാരണ ഇത് കൂടുമ്പോഴത്തേക്ക് നമ്മളെ വൈപ്പ്. പക്ഷേ ഇവരെ സംഘം അതിന് വ്യത്യസ്തമായിട്ട് ഈ കുടുംബശ്രീക്ക് പകരം വേറെ അടുത്ത ദിവസം ഈ സംഘങ്ങൾ കൂടും. അതും എല്ലാവരും അറിയണമെന്നൊന്നുമില്ല. ഇത് കുറച്ച് പെണ്ണുങ്ങൾ ഇങ്ങനെ കൂടും, അവർക്ക് വേണ്ട ഡോക്യുമെന്റ്സ് കൊടുക്കും, പൈസ വാങ്ങിക്കും. ഈ കുറെ തീരണതും ഒക്കെ കൂടെ രണ്ടാമത് അടയ്ക്കും. ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഭയങ്കര ഒരു എന്താ പറഞ്ഞാൽ ഒരു കടത്തിൽ ഈ വീടുകളിലെല്ലാം ഭയങ്കരമായ ഇപ്പം തന്നെ ലക്ഷങ്ങൾ. ഈ പെണ്ണിന്റെ വീട്ടിൽ ഏതാണ്ട് 1 കോടി രൂപ വരെ ഉണ്ട് കണക്കൂട്ടുകയാണെങ്കിൽ. അപ്പോൾ ഈ പ്രദേശത്തിന്റെ ഒരു സാമൂഹ്യ സ്ഥിതി തന്നെ മാറ്റിമറിക്കുന്ന ഒരു സമ്പ്രദായമാണത്. അത് ഗവൺമെന്റ് തന്നെ ഇത് കർശനമായിട്ട് ഇടപെട്ടേ പറ്റുള്ളൂ. ഈ ബാങ്കുകാരെയും പൊതുജനങ്ങൾ ഒരു വിഷയം എന്നുള്ള രീതിയിൽ അത് ഗവൺമെന്റ് തന്നെ ഏറ്റെടുക്കേണ്ടതാണ്. ഇനി മേലെ അല്ലെങ്കിൽ ഇത് ആവർത്തിക്കാതിരിക്കുക.